ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പർ ബിരിയാണിയാണ് കാണിച്ചിരുന്നത്. അത് ചെമ്മീൻ കൊണ്ടാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പായിട്ട് പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ മക്കൾക്ക് സീ ഫുഡിൽ ഏറ്റവും ഇഷ്ടം ചെമ്മീനാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ ചോറ് കെട്ടാനും അതിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ചെമ്മീനാണ് വാങ്ങിക്കുന്നത്. ഇന്ന് കുറച്ച് വലിയ ചെമ്മീനുകളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ബിരിയാണിയാക്കി കാണിച്ചു തരാം. വളരെ ടേസ്റ്റിയാണ്. ആൾക്ക് ഇങ്ങനത്തെ ടൈഗർ പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറേ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒരു 3-4 പീസേ കിട്ടിയുള്ളൂ. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു അരമുറി നാരങ്ങ, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രോൺസ് ബിരിയാണി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ നേരത്തെ വീഡിയോയിൽ പ്രോൺസ് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ബിരിയാണി ആക്കിയത്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റാണ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്നത് ബർക്കത്ത് എന്ന് പേരുള്ള ഒരു കൈമ റൈസാണ്. ഇത് ഞാൻ ലുലുവിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അവിടെ കോരി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ബർക്കത്ത് എന്ന് പറഞ്ഞാണ് റൈസിൻ്റെ പേര്. ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് പുതിനയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഓർത്ത് എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ എൻ്റെ മോനാ പറഞ്ഞ മമ്മി ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്താൽ 10 മിനിറ്റ് കൊണ്ട് കിട്ടുമെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല ഫ്രഷ് മല്ലിയിലയും പുതിനയിലയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഏതായാലും ഓർഡർ ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് കാഷ്യൂം കിസ്മിസും വേണമായിരുന്നു. അതുപോലെ ഫ്രഷ് ക്രീമും വേണമായിരുന്നു. അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചു. നല്ല ഈസിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ചാർജൊന്നും അവരെടുക്കുന്നില്ല. ഒരു 200 എബോവ് ആണെങ്കിൽ ഫ്രീ ആണ് ഡെലിവറി. അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ഫ്രഷ് മല്ലിയിലയും പുതിനയിലയൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിൽ ബ്ലിങ്കിറ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാകും. പിന്നെ നമുക്ക് പെട്ടെന്ന് കറിയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു വലിയ സവാള 4 എടുത്തിട്ടുണ്ട്. അത് സ്ലൈസ് ചെയ്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുക്കുന്നത് ഒരു 1/2 കിലോ ചെമ്മീനാണ്. അതുകൊണ്ട് തന്നെ 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. ഞാനിവിടെ പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 പഴുത്ത തക്കാളി ഉണ്ട്. അത് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയാണ് ഞാൻ എടുക്കുന്നത്. നല്ല ഫ്രഷ് ഇതാനം പറഞ്ഞില്ലേ, നല്ല ഫ്രഷ് മല്ലിയും പുതിനയാണ് ബ്ലിങ്കിറ്റിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ പിന്നെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കോക്കനട്ട് ഓയിലൊന്ന് ഒരു പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 1 സ്പൂൺ നെയ്യുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഹോൾ സ്പൈസസ് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് പിന്നെ 4 സവാളയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിച്ചു തരുന്നത്. അതായത് കുറച്ച് വീഡിയോ ഫാസ്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കും. ഇത് നമ്മളുടെ രംബയിലെയാണ്. ഞാൻ പല വീഡിയോകളിൽ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെയാണ് ബിരിയാണിയുടെ. ആ ഇലയ്ക്ക് രംബയില അല്ലെങ്കിൽ പാൻഡൻ ലീഫ് എന്നൊക്കെ പറയും. ഇതാ നോക്കി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതായത് 2 തരം മുളക് പൊടി എടുക്കുന്നുണ്ട്. കാശ്മീരി എടുക്കുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ച 2 തക്കാളി, മല്ലിയില, പുതിന, പിന്നെ പുളിയില്ലാത്ത മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഞാൻ കാട്ടി തന്നില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഒരു ടീസ്പൂണാണ് പഞ്ചസാര ഇടുന്നത്. ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ആ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് ഷുഗർ കുറച്ച് ആഡ് ചെയ്തത്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് ചെറിയൊരു ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോയുടെ കെച്ചപ്പ് ഉണ്ടല്ലോ, അതാണെങ്കിലും ആഡ് ചെയ്താൽ മതിയാകും. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീനും കൂടി ഇട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യാതെ ഡയറക്റ്റാണ് കറിയിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരല്പം കൂടി വെള്ളം, നമുക്ക് ഇത്തിരി ബിരിയാണി അല്ലേ, കുഴച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഗ്രേവി വേണ്ടേ, അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത്.
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നവർക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? അതുപോലെ ഞാൻ വീഡിയോ ഇടുന്ന പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അതൊക്കെ ഞാൻ പരിഹരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഓരോ ദിവസവും വീഡിയോസൊക്കെ ഇടാനും എഡിറ്റ് ചെയ്തിടാനൊക്കെ കുറച്ച് ക്ഷമയൊക്കെ വേണം. അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. ഇതാ നോക്കി, അത്യാവശ്യം നല്ലൊരു ഗ്രേവിയിൽ തന്നെ നമ്മൾ കറി വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട, ഓവർ കുക്ക് ചെയ്താൽ കുറച്ച് റബ്ബർ പോലെയാകും. അതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ചോറാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു വലിയൊരു പാത്രത്തിൽ തന്നെ കുറച്ച് സവാള, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചതച്ചതുണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂണും, കുറച്ച് ഹോൾ സ്പൈസസ്, ആ രമ്പയിലയുടെ ഒരു പീസും, പിന്നെ പുതിനയില, പിന്നെ കുറച്ച് ഓയിലും ഒരു നാരങ്ങയുടെ പകുതി മുറിയും കൂടി സ്ക്യൂസ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് അങ്ങനെ തിളച്ചതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ബർക്കത്ത് കൈമ റൈസ്, അത് നന്നായിട്ടൊന്ന് കഴുകി വാഷ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കുകയാണ്. 2 മെത്തേഡിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഊറ്റിയെടുത്തിട്ട് ദമ്മാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിൽ വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്റ്റാർച്ച് ആ റൈസിൽ നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ കുറച്ച് ആ വെള്ളത്തിലൂടെ, കഞ്ഞി വെള്ളത്തിലൂടെ കുറച്ച് സ്റ്റാർച്ച് പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതാ നോക്കി, ഒരു 75% കുക്ക് ചെയ്താൽ മതിയാവും. ബാക്കി നമുക്ക് ദമ്മിലേക്ക് ഇടണ്ടേ, അപ്പോൾ ബാക്കിയും കൂടി കുക്കായിക്കോളും. ഞാനൊന്ന് സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ബിരിയാണി ആണെങ്കിലും കുറച്ച് കാഷ്യൂവും കിസ്മിസും ഓണിയനൊക്കെ ഫ്രൈ ചെയ്തിട്ടാലല്ലേ ആ ബിരിയാണിക്ക് ആ ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ ഒരു ആഡംബരത്തിന് ഒട്ടും കുറവ് വരണ്ട ഒരു സവാള എടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയിലും കൂടി സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഞാൻ വെണ്ണയൊന്നും ഇട്ടിട്ടില്ല. അതാ നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അതിലേക്ക് കാഷ്യൂവും കിസ്മിസും ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കോരി ഒഴിച്ചൊന്നും വെണ്ണയൊന്നും എടുക്കേണ്ട. അതാ നോക്കിയാൽ ബിരിയാണിയൊക്കെ എടുക്കുമ്പോൾ നമ്മളുടെ വിചാരം ഒരുപാട് ഓയിലും എണ്ണയൊക്കെ നമ്മുടെ ഉള്ളിൽ പോകുന്നതാണ്. നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി എന്നേ. അപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കാതെ ഒരുപാട് നെയ്യൊന്നും ചേർക്കാതെയൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഏത് ഫുഡാണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പറഞ്ഞ സമയം കളയുന്നില്ല. ദമ്മിലേക്ക് വെക്കുകയാണ്. ഒരു 2 ലെയറായിട്ട് ഇട്ടിട്ടാണ് ഞാൻ ദം ചെയ്യുന്നത്. ദാ നോക്കി, ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്മിൻ്റെ ആ കറിയും അതുപോലെ 2 ലെയറായിട്ട് റൈസും ഇട്ട് കാഷ്യൂ കിസ്മിസ്, ഫ്രൈഡ് ഓണിയൻ, അതുപോലെ മല്ലിയില പുതിനയില, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് ഒരു സ്ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഞാൻ അങ്ങോട്ട് ദമ്മിൽ വെക്കുന്നുണ്ട്. ദം വെച്ചിട്ട് പിന്നെയും ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. നല്ല അസാധ്യ സ്മെല്ല് വരുന്നുണ്ട്. അവസാനം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആ ചെമ്മിൻ്റെ മസാലയും റൈസും കൂടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എന്നാലാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഏത് ബിരിയാണി ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു എല്ലാത്തിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പം നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടാക്കിയ ബിരിയാണി വൈകുന്നേരം ഒന്ന് കഴിച്ച് നോക്കി, അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഉച്ചയ്ക്ക് കഴിച്ചതിനേലും നേരത്തെ. പിന്നെ ഞാൻ കുറച്ച് സലാഡും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി അല്ലെങ്കിൽ പ്രോൺസ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെമ്മീനൊക്കെ ഒന്ന് വാങ്ങുമ്പോഴത്തേക്കും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സൺഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി നോക്കിയാൽ നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും കൊടുത്താൽ വളരെ ഹാപ്പിയാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.